Hello, good morning. Welcome to day 2 of our magical practice, gratitude practice. അല്ലേ? അപ്പോൾ ഇന്നലത്തെ ആക്ടിവിറ്റി എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതുക, എന്നിട്ട് അത് ഓരോന്ന് വായിച്ചിട്ട് താങ്ക് യു എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇന്ന് എല്ലാവരും പൊങ്കലൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഹാപ്പി പൊങ്കൽ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന്. ഇതാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ജേർണൽ 2025-ലത്തെ. ഓക്കെ, ഫുള്ളായി കഴിഞ്ഞു. ഇനി ഈ വർഷത്തെ ഇതെൻ്റെ പ്ലാനറാണ് കേട്ടോ. 2026 പ്ലാനറും പ്ലസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഭയങ്കര കളർഫുള്ളാണ് അല്ലേ? ഓക്കെ, ആൻഡ് ഇത് എഗെയിൻ എൻ്റെ സക്സസ് ജേർണലാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പോലെ ഓരോ ദിവസം എന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തത്, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള സക്സസ് സെലിബ്രേഷൻ, അതിൻ്റെ ജേർണലാണിത്. ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലെഴുതും. ഓക്കെ, ഐ സെലിബ്രേറ്റ് മൈ സെൽഫ്. ആരുടെ നിന്നും വേറെ അപ്രീസിയേഷൻ ഒന്നും നോക്കാതെ നമ്മൾ നമ്മുടെ സക്സസ്സസ് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്ലാനർ പ്ലസ് ജേർണൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളൊരു നല്ല കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ജേർണൽ വാങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണ്ടി നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണത്, ടൈം ആൻഡ് മണി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് മാജിക് റോക്ക്. ഓക്കെ, കാണുന്നുണ്ടോ? ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണ്. ഒരു റോക്ക് ഉണ്ട്, അതിൽ ഒരു ഗ്ലിറ്റർ പോലെ, ഓക്കെ, ഒരു മാന്ത്രിക ഇങ്ങനെ സ്പാർക്കിൾ പറയില്ലേ, ആ റോക്കിൻ്റെ ചുറ്റും ഒരു സ്പാർക്കിളാണ്. ഓക്കെ, so day 2, the magic rock. Reflect upon your present blessings, of which every man has plenty, not on your past misfortunes, of which all the men have some. ഇത് ചാൾസ് ഡിക്കൻസ് റൈറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സ്കൂളിലിരിക്കുമ്പോൾ ചാൾസ് ഡിക്കൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? നല്ല ഒരു സ്റ്റോറീസും നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ കോട്ട്സ് എന്തിനാണ് പറയുന്നത്? എല്ലാ സക്സസ്ഫുൾ ആൾക്കാരും ഈ മാജിക്കൽ പ്രാക്ടീസിനെ കുറിച്ച് മനസ്സിലാക്കിയവരാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം അവരുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയവരാണ്. In the beginning of work with these practices, it takes concentrated days in a row to make gratitude a habit. അപ്പോൾ പല സമയത്തും നമ്മൾ ഇന്നലെ പറഞ്ഞു, കംപ്ലയിൻറ്റ് ക്രിറ്റിസിസം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടി വരാം. ഓക്കെ, പെട്ടെന്ന് ട്രാഫിക് കാണണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടാക്കണം നമ്മുടെ ഹാബിറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഏതൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനോ അറ്റ്ലീസ്റ്റ് ഒരു 21 days വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് തുടങ്ങിയാലോ ഹെൽത്തി ഡയറ്റിംഗ് തുടങ്ങിയാലോ എന്താണെങ്കിലും, അപ്പോൾ അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഹാബിറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 21 days വേണം. അതുകൊണ്ടാണ് ഈ 28 days മാജിക് പ്രാക്ടീസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻ്റ്ലി നമുക്ക് നമ്മുടെ റിമൈൻഡ് ചെയ്യണം. നമ്മുടെ തോട്ട്സ് ഇത്തിരി ഡൈവേർട്ട് ആവണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എവിടെയെങ്കിലും നമുക്ക് കാണുന്ന സ്ഥലത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും, ഓ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ കംപ്ലയിൻ്റ് അല്ല ചെയ്യേണ്ടത്. Okay, Lee Brower presented the gratitude rock practice in the secret film and book when he told us the story of the father of a dying child who used a gratitude rock to be grateful for his son's health, and his son made a miraculous recovery. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഓക്കെ, മിറാക്കിൾ എന്ന് തന്നെ പറയാം. ചിലർ വിചാരിക്കും സൂപ്പർസ്റ്റിഷനാണ്, അന്ധവിശ്വാസമാണ്, ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം എല്ലാം നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ബിലീവ് ചെയ്യണോ, ഓ എൻ്റെ ജീവിതത്തിൽ മിറക്കിളൊന്നും വരാൻ പോകുന്നില്ല, എനിക്കിങ്ങനെ ജീവിതം മുഴുവൻ കഷ്ടപ്പെടാനാണ് യോഗം. അതാണ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും റിയാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ എല്ലാം ഒരു മിറക്കിളാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒന്നിലും ഒരു മിറക്കിളില്ല എന്നും വിശ്വസിക്കാം. അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുന്നത്, ഓക്കെ, സൂര്യനെ കാണുന്നത്, മനോഹരമായ ഒരു ദിവസത്തിലേക്ക് വരുന്നത് എല്ലാം ഒരു മിറക്കിളായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്യുന്നു അല്ലേ? ഡൈജഷൻ, ബ്രീതിങ്, ബ്ലഡ് സർക്കുലേഷൻ, അതിലത്തെ നെർവ് സെൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത്, അത് ഭയങ്കര ഒരു മിറക്കിൾ തന്നെയാണ് അല്ലേ? ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ 2 ഫിംഗർ പ്രിൻറ്റ് പോലും മാച്ച് ആവുന്നില്ല. ഇസ്ൻ്റ് ദാറ്റ് എ മിറക്കിൾ? അപ്പോൾ ഓരോ കാര്യങ്ങളും മിറക്കിളാണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മിറക്കിൾസ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ ഒരു മിറാക്കുലസ് സ്റ്റോറിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് റോക്കിൽ കൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ ആദ്യം ഇതിൽ പറയുന്നത്
First, find a rock, okay, or a stone. Choose a small size that fits in the palm of your hand, and then you can close your fingers around. Choose a rock that is smooth without sharp edges, not too weighty, and that feels really good in your hand when you hold it. അപ്പോൾ റോക്ക് നമ്മുടെ ഉള്ളം കയ്യിൽ ഫിറ്റ് ആവുന്ന പോലെ റോക്ക് നമുക്കത് അടച്ചു വയ്ക്കാൻ പറ്റുന്ന പോലെ ഒരു റോക്ക് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതെന്തിനാണ് ഈ സ്റ്റോറിയും കൂടെ ഞാനൊന്ന് നരേറ്റ് ചെയ്യാം കേട്ടോ, ഈ പ്രോസസ്സ് പറയുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ ലീ ബ്രോർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ ഒരു ഹോളിഡേയ്സിന് പോകുമ്പോൾ അവരിങ്ങനെ പെബിൾസ് കളക്ട് ചെയ്യും. വെള്ളാരം കല്ലുണ്ടല്ലോ, അതിങ്ങനെ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ ശേഷം ടു ഹിസ് ഷോക്ക് അദ്ദേഹത്തിൻ്റെ മോന് ഭയങ്കര ഒരു ക്യാൻസർ, അതായത് 3rd സ്റ്റേജ് 4th സ്റ്റേജ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തു. ക്യാൻസർ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് റിക്കവർ ചെയ്യാൻ ഭയങ്കര കഷ്ടമാണെന്നൊക്കെ. അപ്പോൾ ഇത് ആക്ച്വലി ചെറിയൊരു തെറ്റുണ്ട്. ഇദ്ദേഹം ആദ്യം പോയി റോക്ക് കളക്ട് ചെയ്യല്ല ചെയ്യാം. ഇദ്ദേഹം അയാളുടെ ഫ്രണ്ടിൻ്റെ കൂടെ നടക്കാൻ ഒരു കാഷ്വൽ വിസിറ്റിൽ ഇറങ്ങുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് റോക്ക് എടുക്കുന്ന കാണും, ഈ പെബിൾ. ഓക്കെ, പോക്കറ്റിൽ നിന്ന് പെബിൾ എടുക്കുക. അപ്പോൾ അയാൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അപ്പോൾ അയാൾ ചോദിക്കും എന്താണ് ഇങ്ങനെ ഈ പെബിൾ കയ്യിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അദ്ദേഹം പറയും, അയാളുടെ ഫ്രണ്ട് പറയും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, എനിക്ക് ഈ റോക്ക് തൊടുമ്പോഴൊക്കെ ഞാൻ എന്തിനോടെങ്കിലും താങ്ക് യു പറയാൻ എനിക്ക് ഒരു റിമൈൻഡറായിട്ട് ഞാൻ ഇത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബിസി ഡേയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും താങ്ക് യു പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ റോക്ക് തൊടുമ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലും മാജിക് ഹാപ്പൻ ചെയ്യണ പോലെ തോന്നും. ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ആ ദിവസം എനിക്ക് ഭയങ്കര മിറാക്കുലസ് ആയിരിക്കും. അപ്പോൾ ഇനി ആദ്യത്തെ സിറ്റുവേഷനിലേക്ക് വരാം. ലീ ബ്രോയുടെ മോന് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്ത സമയത്ത് അയാൾ ഈ കാര്യം ആലോചിക്കും. ഓക്കെ, അയാളുടെ ഫ്രണ്ട് താങ്ക് യു പറഞ്ഞിട്ട് അയാളുടെ ജീവിതം എങ്ങനെ മിറാക്കുലസ്ലി ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇയാൾ ആ സമയത്ത് മൊബൈലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ലെറ്റർ എഴുതും, എന്നിട്ട് പറയും എനിക്ക് നിങ്ങളുടെ റോക്ക് വേണം, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ട് എൻ്റെ മോൻ്റെ ഹെൽത്ത് കണ്ടീഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അയാളുടെ ഫ്രണ്ട് ഇത് വായിച്ചപ്പോൾ ഭയങ്കര അയാൾക്ക് സങ്കടമായി. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ആശ്ചര്യമായി. വിചാരിക്കും ഈ റോക്ക് കൊണ്ട് എന്ത് നടക്കാനാണ്. എനിവേ ചോദിച്ചതല്ലേ. അപ്പോൾ അതുപോലത്തെ പെബിൾസ് അയച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഈ റോക്ക് വെച്ചിട്ട് അയാൾ എപ്പോഴും അയാളുടെ മകൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും ഇതുവരെ ആരോഗ്യപരമായിട്ട് അയാളുടെ മകൻ ജീവിച്ചിരുന്നതായിട്ടും എല്ലാം ഇങ്ങനെ ആലോചിച്ചെടുത്ത് അതിനൊക്കെ നന്ദി പറയും. ഓക്കെ, ആരോഗ്യം മെച്ചപ്പെട്ടതായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവേർഡായിട്ട് വന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മിറാക്കുലസ്ലി വിതിൻ 2-3 months ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ചേഞ്ച് തോന്നും കേട്ടോ റിപ്പോർട്ട്സിൽ. അപ്പോൾ അതായത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. മെഡിസിൻസൊക്കെ കുറച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ ഞെട്ടിപ്പോയി ഈ സ്കാനൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇദ്ദേഹം വേഗം ഫ്രണ്ടിന് വേറൊരു ലെറ്റർ എഴുതും, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ദിസ് ഇസ് വർക്ക്ഡ് മിറാക്കുലസ്ലി, ഇത് ലോകത്തിൽ എല്ലാവർക്കും എത്തിക്കണം. എന്നിട്ട് അവർ ഈ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ മകൻ്റെ കൂടെ പോയി കുറേ പെബിൾസ് കളക്ട് ചെയ്തിട്ട് അവർ ഓരോരുത്തർക്കും ഗിഫ്റ്റ് ചെയ്യാനും വിൽക്കാനും തുടങ്ങും. ഒക്കെ ജീവിതത്തിൽ ഭയങ്കര ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് റോക്കിൻ്റെ പ്രാക്ടീസ് പറഞ്ഞു കൊടുത്ത് അവരുടെ കയ്യിൽ റോക്ക് വെച്ചിട്ട് താങ്ക് യു പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റോക്കിനെ വേണമെന്നില്ല. ഇതൊരു പ്രാക്ടീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രമൊരു എക്സാമ്പിളാണ്. കയ്യിൽ ഇങ്ങനെ രാത്രി റോക്ക് വെച്ച് കിടക്കുക എന്നൊക്കെ ചിലവർക്ക് ചോദ്യം ഉണ്ടാവും. റോക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ കോൺഷ്യസ് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതൊരു റിമൈൻഡറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഫിറ്റാവുന്ന എന്തെങ്കിലും ഒരു മാലയുടെ എന്തെങ്കിലും പൊട്ടിപ്പോയ സാധനമോ റോക്കോ എന്ത് വേണമെങ്കിലും വയ്ക്കാം, റിങ്ങോ. ഓക്കെ, ജനറലി എർത്ത് റിലേറ്റഡ് ആയിട്ട് പ്ലാസ്റ്റിക് സാധനമൊന്നും വയ്ക്കരുത്. എർത്ത് എലമെൻ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പറയണത്. അതുകൊണ്ടാണ് ഒരു വെള്ളാരം കാലമൊക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാമിങ് സെൻസേഷനാണ് അല്ലേ. അപ്പോൾ ഇത് പിടിക്കുന്നതുകൊണ്ട് NLPയിൽ ഒരു ടെക്നിക്ക് ഉണ്ട്, ആങ്കറിങ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം തൊടുമ്പോൾ നമ്മളത് നമ്മുടെ
നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി റിമൈൻഡ് ചെയ്യും ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ റോക്ക് കയ്യിൽ വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഫിറ്റ് ആവുന്ന ഒരു കാര്യം. അപ്പോൾ യു ക്യാൻ ഫൈൻഡ് എ മാജിക് റോക്ക് ഫ്രം യുവർ ഗാർഡൻ ഇഫ് യു ഹാവ് വൺ, ഓർ എ റിവർ ബെഡ്. അതായത് ഈ റിവറിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് സ്മൂത്ത് കല്ലുകൾ കിട്ടും അല്ലേ. യു മേ ഈവൻ ഹാവ് എ പ്രഷ്യസ് റോക്ക്, അതായത് ഒരു ഡയമണ്ടോ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും, ഓക്കെ, കളഞ്ഞു പോകാത്ത രീതിയിൽ. വെൻ യു ഹാവ് ഫൗണ്ട് യുവർ മാജിക് റോക്ക്, put it by your bedside in a place where you will definitely see it when you go to bed. അപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബെഡ് സൈഡ് ടേബിളിലുണ്ടാവുമല്ലോ, അതിൽ വയ്ക്കുക. ഓക്കെ, ക്ലട്ടറൊന്നും പാടില്ല. അതിൻ്റെ സൈഡിൽ ബുക്കും പെന്നും ഫോണും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊന്നും പാടില്ല. ക്ലിയർ സ്പേസിൽ ഈ മാജിക് റോക്ക് വയ്ക്കുക. Tonight, just before you get into bed to go to sleep, pick up your magic rock, hold it in your palm of one hand, close your fingers around it, think back carefully through all the good things that happened during the day and find the best thing that happened that you're grateful for. Then say the magic words, thank you for the best thing that happened. Return the magic rock to its place by your bed, and that's it. Okay, every night for the next 26 days, follow the same magic rock practice. Before you go to bed, think back through the day, find the best thing that happened that day while holding your magic rock in your hand. Be as grateful as you can. Can be for that thing, and say thank you. Using a rock seems like such a simple thing to do, but through this practice, you will see magical things begin to happen in your life. When you look for the best thing that happened during the day, you will search through many good things that happened, and in the process of searching and then deciding on the best one, you're actually thinking of many things you're grateful for. You will also be ensuring that you go to sleep and wake up in gratitude each day. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര പവർഫുൾ പ്രാക്ടീസാണ്. എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക? രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ എന്താണ് ആ ദിവസത്തിൽ നടന്ന അബദ്ധങ്ങൾ, ഓക്കെ, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, എങ്ങനെ ഞാൻ പൈസ അറേഞ്ച് ചെയ്യും, ഫീസ് കൊടുക്കാൻ, അങ്ങനെ പല വറീസായിട്ടാണ് രാത്രി കിടക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? രാവിലെ എണീക്കുമ്പോഴും നമ്മൾ ആ ഒരു നെഗറ്റീവ് എനർജി, ഒരു ഹെവി ഫീലിംഗ് ആയിട്ടാണ് എണീക്കുന്നത്. നമുക്ക് ഒരിക്കലും എത്ര ഉറങ്ങിയാലും ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ അത് മാറ്റാനായിട്ടാണ് ഈ പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തതുകൊണ്ട് പലർക്കും ഭയങ്കര പീസ്ഫുൾ സ്ലീപ്പ് കിട്ടിയെന്ന് വരെ പറയുന്നുണ്ട്. ഓക്കെ, അവർക്ക് കാമായിട്ട് ഉറങ്ങാൻ പറ്റി. സ്ലീപ്പ് ഇഷ്യൂസ് ഉള്ളവർ, കാരണം അവർ കോൺസ്റ്റൻ്റ്ലി വറി ചെയ്യുന്നതിന് പകരമായിട്ട് ഇപ്പം എന്താ ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ്. ആ ദിവസം നമുക്ക് നടന്ന നല്ല കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്നലെ രാവിലെ എണീറ്റു, ഓക്കെ, എനിക്ക് സക്സസ്ഫുള്ളായിട്ട് യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റി, ഷോർട്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റി, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടു, ഞാൻ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ലഞ്ച് ഉണ്ടാക്കി, എനിക്ക് വേറെ കോഴ്സ് റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തു, ഞാൻ കൗൺസിലിംഗ് ചെയ്തു. അപ്പോൾ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഞാനിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണ് ചെയ്തത് അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, എന്നിട്ട് അതിനെ നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ വറിയുന്ന പകരം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും നന്നായി ശരിയായി നടന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട്. എന്നിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് കയ്യിൽ വെച്ചിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ രാവിലെ ഭയങ്കര ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും നമുക്ക്. അതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് വളരെ ശാന്തമായിട്ടും എനർജറ്റിക് ആയിട്ട് എണീക്കാൻ പറ്റും. എന്നിട്ട് എണീറ്റപ്പോൾ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ മനസ്സിൽ വരിക. അല്ലാതെ ഇന്ന് എനിക്ക് അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടെന്നുള്ള ആങ്സൈറ്റി, വറി, എനർജി എല്ലാം നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ എന്താണ്, നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടും എണീക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. ഞാൻ എന്തെങ്കിലും ട്രൈ എന്നൊരു വാക്കേ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് ഇന്നലത്തെ പ്രാക്ടീസും ഇന്നത്തെ പ്രാക്ടീസും. അപ്പോൾ 2 പ്രാക്ടീസസ് നമുക്ക് ഡെയിലി ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതുക, അതിന് ഓരോന്നും താങ്ക് യു പറയുക, ഫൈൻഡ് എ മാജിക് റോക്ക് ആൻഡ് പുട്ട് ബൈ ദ ബെഡ് സൈഡ് ടേബിൾ. നാളെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പ്രാക്ടീസാണ്. നമ്മൾ റിലേഷൻസിനെ കുറിച്ച് ചെയ്യാനുള്ളൊരു പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെയും ഇന്നലത്തെയും പ്രാക്ടീസ് നിങ്ങൾ ഇന്ന് എന്തായാലും ചെയ്തിരിക്കണം. വീഡിയോയിൽ കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, day 1 day 2 ഡൺ.
അത് നിങ്ങളുടെ ഒരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഞാൻ വളരെ ഹാപ്പിയാണ്. കുറച്ച് പേരൊക്കെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഞാനത് ഇന്ന് തൊട്ട് ട്രൈ ചെയ്യും. അത് നിങ്ങൾ തന്നെ ഓപ്പൺലി ഡിക്ലെയർ ചെയ്യണം, ഒരു കമ്മിറ്റ്മെൻറ്റ് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാവുകയാണ്, നിങ്ങൾ സ്വയം അത് കമ്മിറ്റഡ് ആവുകയാണ്, അത് ചെയ്യാൻ ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ദോസ് കോമൻറ്റിങ്. ഇത് വീഡിയോ പ്ലീസ് ഷെയർ ചെയ്യാം and comment here. Okay, so all the best for your practices and have a wonderful day. Thank you.